ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ വിഷു വ്ളോഗാണ്. കുറച്ചൊന്ന് വൈകി. അപ്പോൾ നമ്മൾ വിഷു സ്റ്റാർട്ട് ചെയ്തത് തന്നെ പടക്കം വാങ്ങിച്ചിട്ടായിരുന്നു. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഈ സ്ഥിരം കടയിൽ നിന്ന് തന്നെയാണ് പടക്കം വാങ്ങിക്കാറ്. അപ്പം ഇത്തവണ വെറൈറ്റി ആയിട്ട് ഒരുപാട് സാധനങ്ങൾ പടക്കത്തിലും ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് 2-3 നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഒരുപാട് പൈസയൊന്നും കളഞ്ഞ് നമ്മൾ പടക്കമൊന്നും വാങ്ങിക്കേണ്ട. അവസാനം കടയിൽ ചെന്ന് ഓരോരോ സാധനങ്ങൾ കാണുമ്പം എൻ്റെ കൈ അവിടെ ഇവിടെയൊക്കെ പോകാറുണ്ട്. അങ്ങനെ കുറച്ച് പൈസയ്ക്ക് നമ്മൾ പടക്കമൊക്കെ വാങ്ങിച്ചു. നെക്സ്റ്റ് നമുക്ക് കണ്ണി കാണാനുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസും ഒക്കെ വാങ്ങിക്കണമായിരുന്നു. ലാസ്റ്റ് ടൈമും ഞങ്ങൾ ഈ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചത്. അപ്പം അധികം തിരക്കാവുന്നതിന് മുമ്പേ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3:30 ആയപ്പോൾ ഞങ്ങൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കാൻ പോയി. ഇതാകെപ്പാട് നമ്മൾ ഇത്രയും പടക്കേ വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പം എല്ലായിടത്തും പടക്കത്തിൻ്റെ ഒച്ച കേട്ട് തുടങ്ങി. അപ്പം ഞങ്ങളും തുടങ്ങി പരിപാടി. മെയിനായിട്ട് എല്ലാ വട്ടത്തെയും പോലെ നമ്മൾ പൂത്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുരവപ്പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞത് ഒരു മയിലിൻ്റെ പോലത്തെ സംഭവവും അതുപോലെ തന്നെ വേറൊരു ബട്ടർഫ്ലൈയുടെ പോലത്തെ ഒരു സംഭവമായിരുന്നു. ബട്ടർഫ്ലൈ അധികം നന്നായിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ മയിലിൻ്റെത് അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ വിഷുവായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിലെല്ലാം സെലിബ്രേറ്റ് ചെയ്യണം എന്ന്. സത്യം പറഞ്ഞാൽ ചേട്ടൻ്റെ വീട്ടിൽ ഇവരങ്ങനെ വിഷു ഓണമൊന്നും വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ഇങ്ങനെ വിഷുക്കണി ഒരുക്കുന്നതും ഓണത്തിന് സദ്യ ഉണ്ടാക്കുന്നതൊക്കെ ഒരു ഭയങ്കര ഫെസ്റ്റിവൽ പോലെയാണ്. കാരണം എൻ്റെ അമ്മൂമ്മയുണ്ട്, പുള്ളിക്കാരിക്ക് ഈ വിഷു ഓണം ഒന്നും വന്നാൽ തലേദിവസം ഉറക്കില്ല. ഇതെല്ലാം സെറ്റ് ചെയ്തൊന്ന് കഴിഞ്ഞ് കിട്ടിയാലേ പുള്ളിക്കാരി അടുത്ത ദിവസം ഉറങ്ങുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കണ്ടേക്കുന്നത്. പക്ഷേ ഇവിടെ ഇവരിങ്ങനെ വിഷുവൊന്നും അങ്ങനെ കണി ഒരുക്കാറോ അങ്ങനെ സദ്യ ഉണ്ടാക്കാറോ അങ്ങനത്തെ വലിയ വലിയ പരിപാടികളൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കല്യാണത്തിന് ശേഷം ഞങ്ങളെല്ലാം ചെയ്യാറുണ്ട്. ഞാൻ തന്നെയാണ് വിഷുക്കണി ഒരുക്കുന്നത്. എപ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കഴിഞ്ഞ വട്ടം നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് ഈ വട്ടം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കില്ലാത്ത ഐറ്റംസ് മാക്സിമം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ വാങ്ങിക്കാൻ. അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ നമ്മൾ ഈ വർഷത്തെ വിഷുവിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ പാല് കാച്ചൽ ടൈമിന് നമ്മൾ പാത്രങ്ങളൊക്കെ വിളക്കൊക്കെ മാറാൻ പോയ ടൈമിൽ നമ്മളൊരു ഊട്ടുരുളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കൃഷ്ണൻ്റെ പുറകിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് വിഷറി, മഞ്ചാടി, അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ നേരത്തെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആദ്യം ഈ പൂത്തിരിയൊക്കെ കത്തിക്കാൻ ഞങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. നമ്മുടെ കൂടെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ നമുക്കതൊരു രസമായിരിക്കും. ഞങ്ങൾ രണ്ടുപേരുടെ മാക്സിമം ഞങ്ങൾക്ക് എൻജോയ് ചെയ്ത് കത്തിക്കാൻ പറ്റിയ രീതിയിൽ കുറച്ച് നേരം അമ്മയുണ്ടായിരുന്നു പൂത്തിരി കത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ പൂത്തിരി എല്ലാം ഞങ്ങൾ വാങ്ങിച്ച സംഭവങ്ങളെല്ലാം ആ ദിവസം തന്നെ പൊട്ടിച്ച് തീർത്തു. ആക്ച്വലി നമ്മുടെ അവിടെയൊക്കെ വിഷുവിൻ്റെ തലേദിവസമാണ് ഇത് ചെയ്യാറ്. അപ്പം ഞങ്ങൾ വാങ്ങിച്ച പൂത്തിരി എല്ലാം തലേദിവസവും പൊട്ടിച്ചങ്ങ് തീർത്തു. അപ്പോൾ ഒരു സമാധാനം കിട്ടി. പിന്നെ ഞങ്ങൾക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, കടയിൽ പോകേണ്ട കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ കടയിലൊക്കെ പോയി രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് നമ്മൾ വിഷുക്കണിയൊക്കെ ഒരുക്കി. ഞാൻ ആക്ച്വലി വിചാരിച്ചതായിരുന്നു നമ്മൾ വിഷുക്കണി ഒരുക്കുന്ന വീഡിയോസൊക്കെ ഓരോന്നൊക്കെ എടുത്ത് വെക്കണം എന്ന്. പക്ഷെ അതൊന്നും പറ്റിയില്ല. നമ്മുടെ ഫ്രണ്ട് റൂമിൽ, അതായത് നമ്മൾ വിഷുക്കണി ഒരുക്കുന്ന സ്ഥലത്തെ ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് പണി തരാറുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഞങ്ങൾ മാറ്റിയിട്ടതേ ഉള്ളൂ. വീണ്ടും അത് ഫ്യൂസായി പോയെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് വിഷുക്കണി ഒരുക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഒരുക്കിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാട്ടോ. ഓൾമോസ്റ്റ് എനിക്കറിയാവുന്ന ഐറ്റംസൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പണി കിട്ടിയത് ഒരേ ഒരു കാര്യത്തിലായിരുന്നു, അത് കണിക്കൊന്നയായിരുന്നു. കുഴപ്പമില്ല, നമ്മൾ തൽക്കാലം പ്ലാസ്റ്റിക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ എനിക്കൊരു വിഷമമായിട്ട് ഫീൽ ചെയ്തുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒരുപാട് ഐറ്റംസ് വെക്കാം. ഇവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ഞാൻ എന്തായാലും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിപ്പോൾ രാവിലെ നമ്മൾ കണിയൊക്കെ കണ്ട് കഴിഞ്ഞ് ഞാൻ എടുത്തൊരു വീഡിയോ കേട്ടോ. നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു. നമ്മുടെ കൃഷ്ണൻകുട്ടി. ഇത് നമ്മൾ പുറകെ വെക്കുന്ന വിഷറി നമ്മളിപ്പോൾ വാങ്ങിച്ച കേട്ടോ, റീസെൻ്റായിട്ട് വാങ്ങിച്ചതാണ്. അങ്ങനെ നമ്മൾ കണിയൊക്കെ കണ്ട് പോയി കുളിച്ചു. എന്നിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയപ്പോൾ തൊട്ട് ബ്ലോക്കാണ്. കാരണം നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതി നമ്മൾ ഇച്ചിട്ടൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, തിരക്കൊക്കെ കുറഞ്ഞു കാണുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്ക് അമ്പലത്തിൻ്റെ ഒരു പരിസരത്തോട്ട് എടുക്കാൻ പറ്റുന്നില്ല, അതുപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ദൂരെ ഒരു സ്ഥലം നോക്കി പാർക്ക് ചെയ്തു. നമ്മൾ സ്ഥിരം ഇതുപോലെ പാർക്കിംഗ് കിട്ടാതെ വരുമ്പോൾ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട്
കുറച്ചധികം ദൂരം നമുക്ക് അമ്പലത്തിലോട്ട് നടക്കാനുണ്ടായിരുന്നു. കാരണം വേറെ എവിടെയും വണ്ടിയിടാൻ സ്ഥലമില്ലായിരുന്നു. അത്രയ്ക്ക് തിരക്കായിരുന്നു അമ്പലത്തിൻ്റെ അകത്ത്. ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. നമ്മുടെ അമ്പലക്കുളമൊക്കെ വറ്റിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അമ്പലത്തിൽ പിന്നെ പോയിട്ടില്ലായിരുന്നു. ഇന്ന് വിഷുവിന് പോയപ്പോഴാണ് നമ്മൾ അമ്പലക്കുളം വറ്റിച്ച കാര്യമൊക്കെ അറിഞ്ഞത്. എനിക്ക് ചെറിയൊരു കോൾഡ് ഉണ്ട് കേട്ടോ, അതാണ് സൗണ്ടിനൊരു വ്യത്യാസം വരുന്നത്. നല്ല തിരക്കായിരുന്നു. ക്യൂ നിൽക്കാൻ നോക്കിയപ്പോൾ നല്ല വലിയ ക്യൂ രണ്ട് സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. മാത്രമല്ല നല്ല വെയിലും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ക്യൂ നിന്ന് അകത്ത് കയറിയില്ല. അതിന് നമുക്ക് വെളിയിൽ നിന്ന് നന്നായിട്ട് തൊഴുതു. ഒന്നും കാണാൻ പറ്റിയില്ല, പക്ഷെ നമ്മൾ തൊഴുതു, പ്രാർത്ഥിച്ചു. അന്ന് ഈ ഭജൻസ് ഗ്രൂപ്പിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം കേട്ട് നിന്നു. നല്ല പാട്ടൊക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കൂടി കയറാം, ക്യൂ നിൽക്കാമെന്നൊക്കെ വിചാരിച്ചിറങ്ങി. പക്ഷേ ക്യൂ വലുതാവുന്നതല്ലാണ്ട് കുറയുന്നില്ലായിരുന്നു. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. അതിനുശേഷം നല്ല തിരക്കായി തുടങ്ങി. രണ്ട് സൈഡിലും നല്ല വലിയ ക്യൂ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ചന്ദനം തൊടാമെന്ന് കരുതി നോക്കിയപ്പം ചന്ദനം തൊടുന്നിടത്ത് ഇതിലും വലിയ ക്യൂ ആയിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കുറച്ച് ചന്ദനമൊക്കെ തൊട്ടു. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു, കുറച്ച് നേരം പാട്ട് കേട്ട് നിന്നു. അങ്ങനെ നമ്മൾ ഈ തിരക്കിൽ തിരിച്ച് വീട്ടിൽ പോവാണ്. വീട്ടിൽ പോകുന്നതിന് മുമ്പേ ഞങ്ങൾ സ്ഥിരം എല്ലാ വട്ടവും ഞങ്ങൾ വിഷുവിനും ഓണത്തിനൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ സ്ഥിരം ഒരു ഫോട്ടോ എടുക്കാറുണ്ട്. ഫോട്ടോ എടുക്കാൻ നമുക്ക് പറ്റിയ ആരെങ്കിലും നോക്കി അവിടെ നിന്നു. അങ്ങനെ ആരെയും കണ്ടില്ല. പിന്നെ അടുത്ത് നിന്നൊരു കുട്ടിയോട് ചോദിച്ചപ്പോൾ പുള്ളി ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാറിട്ട സ്ഥലത്ത് പോയി കാറൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. തിരിച്ച് വീട്ടിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ലൈവിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വിഷു കൈനീട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫഹദിൻ്റെയും അക്സയുടെയും കൃഷ്ണയുടെയും ഒക്കെ കയ്യിൽ നിന്ന്. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ആക്ച്വലി നമ്മുടെ വീട്ടിൽ അമ്പലപ്പുഴ വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴേ നല്ല ലേറ്റായി. അപ്പം വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ തൃക്കുന്നപ്പുഴയിലേക്ക് പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് ആലപ്പുഴയിലേക്ക് വന്നു. ആലപ്പുഴയിലാണ് ചേട്ടൻ്റെ അമ്മയുടെ വീട്. ഇതാണ് കേട്ടോ വീട്, മാമൻ്റെ. അങ്ങനെ അവിടുന്ന് അവിടുത്തെ അമ്മൂമ്മയൊക്കെ കണ്ടിട്ട് നമ്മൾ ആലപ്പുഴ ബീച്ചിലേക്ക് പോയി. ആലപ്പുഴ ബീച്ചിലതായപ്പം ഇങ്ങനത്തെ മറൈൻ വാട്ടർഫോളോ അങ്ങനെ എന്തോ സംഭവമൊക്കെ നടക്കാറുണ്ടോ. അപ്പോൾ ഞങ്ങൾ കരുതി വാട്ടർഫോളിലൊക്കെ കളിക്കാം എന്നൊക്കെ കരുതി പോയതാണ്. അങ്ങനെ നല്ലൊരു 3:30 ആ ടൈമിലൊക്കെ നമ്മൾ ഇറങ്ങി. കാരണം ഇവിടെ 2 ദിവസം ഓഫർ ഉണ്ടായിരുന്നു, 14-നും 15-നും. അപ്പോൾ നമ്മൾ 15-ാം തീയതിയാണല്ലോ പോയത്. അപ്പോൾ തിരക്കായിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിംഗ് ഒന്നും കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 3:30 ആയപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ നമുക്ക് പാർക്കിംഗ് കിട്ടി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ബീച്ചിലേക്ക് വന്നു. അപ്പം ആദ്യം നമ്മൾ പോയി എന്ത് ചെയ്തു, ടിക്കറ്റ് എടുത്ത് വെച്ചു. അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര തിരക്കായിരിക്കില്ലേ. പിന്നെ നമ്മൾ പാർക്ക് സൈഡിലേക്ക് പോകാമെന്ന് കരുതി. കുറച്ച് നേരം പാർക്ക് സൈഡിലൊക്കെ പോയിട്ട് വന്നിട്ട് നമുക്കിതിനുള്ളിൽ കയറാമെന്ന് കരുതി. അങ്ങനെ അവിടെ കയറുന്നതിന് മുമ്പ് അച്ഛനൊക്കെ സ്ഥിരം ചായ കുടിക്കുന്ന ആൾക്കാരല്ലേ, അവർക്കൊക്കെ ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പോകാമെന്ന് കരുതി. ഈ ഒരു കടയിൽ നിന്ന് നമ്മൾ ചായയൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം നമ്മൾ ഇസഡ് ലോഞ്ചാണെന്ന് തോന്നുന്നു, അവിടെ പാർക്കുണ്ടല്ലോ, ആ പാർക്കിൽ കുറച്ച് നേരം പോയിരിക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ പാർക്കിലൊക്കെ പോയി. ആമിക്കുട്ടി ഈ ഈസ്റ്റിൽ കയറണമെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരിക്ക് പേടിയായി. പിന്നെ പുള്ളിക്കാരി വേറൊരു സംഭവത്തിലൊക്കെ കയറ്റി. ഞങ്ങളിതാ ഇവിടെ ചുമ്മാ ഇങ്ങനെ നിൽക്കുക. നല്ല കാറ്റുണ്ടായിരുന്നു. പക്ഷെ വെയിലിൻ്റെ ഒരു പ്രശ്നമുള്ളായിരുന്നു. നമ്മൾ നല്ല ബ്ലാക്ക് ആയിരുന്നു. എൻ്റെ കോട്ട് സെറ്റ് ഫുൾ ബ്ലാക്ക് ആയിരുന്നു. അപ്പം നല്ല ചൂട് വന്നാൽ നമുക്ക് കൂടും.
അതുകൊണ്ട് ചേട്ടനും സെയിം ബ്ലാക്ക് തന്നെ ഞാൻ എടുത്തു വെച്ചത്. അപ്പം നമ്മൾ ബ്ലാക്ക് ഇട്ടതുകൊണ്ട് ഒന്നുകൂടെ ചൂടാണ് നമുക്ക്. ഈ കോഡ് സെറ്റ് എനിക്ക് ചിറ്റ ദുബായിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ കൊണ്ടു തന്നായിരുന്നു. നല്ല കോഡ് സെറ്റാണ്, വെയർ ചെയ്യാനും നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. അങ്ങനെ ആമിക്കുട്ടി അവിടെ കളിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ കുറച്ചൊന്ന് വെളിയിലോട്ട് നടന്നു, അതായത് ബീച്ച് സൈഡിലേക്ക് നടന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചേട്ടനും ഒക്കെ ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു ഈ ഇങ്ങനെ പൊട്ടിക്കുന്നത്, ബലൂൺ പൊട്ടിക്കുന്നത്. പക്ഷെ അത് നമ്മൾ ട്രൈ ചെയ്തില്ല. അതുപോലത്തെ ഒരുപാട് ഷോപ്സ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ റിങ് ഇടുന്ന സംഭവം ട്രൈ ചെയ്തു. 6 ചാൻസാണ് ഒരാൾക്കുള്ളത്, 50 രൂപയും. അങ്ങനെ ചേട്ടൻ ഓരോരോ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്തു, ചേട്ടൻ്റെ ട്രൈ അങ്ങോട്ട് നടന്നില്ല. ചേട്ടൻ ഫെയിലായി. കണ്ടു നിന്ന് അച്ഛനൊരാഗ്രഹം വന്നു ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ അച്ഛനും ട്രൈ ചെയ്തു. പക്ഷേ എന്ത് പറ്റി, അച്ഛൻ്റെയും ട്രൈ അങ്ങോട്ട് സെറ്റായില്ല. രണ്ടുപേരും പരാജിതരായിപ്പോയി. അങ്ങനെ 100 രൂപ ഞങ്ങൾ അവിടെയും പൊട്ടിച്ചു. പിന്നെ അവിടെ ഫിഷ് സ്പാ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നമ്മൾ പിന്നെ ട്രൈ ചെയ്യാൻ പോയില്ല. ബീച്ചിലേക്ക് ഇറങ്ങാനും പോയില്ല, കാരണം നല്ല വെയിലായിരുന്നു. വെയിൽ അങ്ങോട്ട് താന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ബീച്ച് സൈഡിലേക്കും പോയില്ല. നമ്മൾ പിന്നെ തിരിച്ച് നമ്മുടെ ആ പാർക്കിലേക്ക് തന്നെ പോയി. അവിടെ നിറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്ര ചൂട് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ബീച്ചിൽ നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പാർക്കിലൊക്കെ പോയിരുന്നു, കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. ഞാൻ ഈ വീഡിയോ ഒരു പാട്ടും കൂടി ഇടുന്നുണ്ട് കേട്ടോ, കുറച്ചധികം ലെങ്ത് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ട് നമ്മുടെ വാട്ടർഫോൾസിൻ്റെ കേട്ടോ. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ബൈ ബൈ ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.